വരുമാനമുള്ള ലേഡീസും വരുമാനം ഇല്ലാത്ത ലേഡീസും നമ്മൾ ഒരുപാട് അന്തരമുണ്ട് അല്ലേ. എപ്പോഴും വരുമാനമുള്ളവർക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്, അഭിപ്രായം പറയാനും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെ കിട്ടുന്നുണ്ട്. എപ്പോഴും വരുമാനം ഇല്ലാത്തവർക്ക് എപ്പോഴും എപ്പോഴും നമുക്ക് പലപ്പോഴും വിഷമങ്ങൾ തോന്നിയിട്ടുള്ള ഘട്ടങ്ങളും വരാറുണ്ടല്ലേ. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയും കൂടി അത്യാവശ്യമാണ്. വരുമാനം ഏൺ ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ യൂസ് ചെയ്യാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ആ ഒരു പരിഗണനയും നഷ്ടപ്പെടാനായിട്ടുള്ളൊരു ചാൻസും കൂടി ഉണ്ട്. എപ്പോഴും ലേഡീസാണ് പൈസയുടെ ഒരു കാര്യത്തിൽ, എപ്പോഴും സേവിങ്സിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വരുമാനം കിട്ടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ചിലവും കാര്യങ്ങളൊക്കെ ഒരു ലേഡിയും അല്ലെങ്കിൽ ഒരു കുടുംബനാഥയും കൂടിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ റിസ്ക്കാണ്, അത് ചോദിക്കാൻ നിൽക്കണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ലേ. പക്ഷേ ഒരിക്കലും അല്ല. നമുക്ക് എത്രയാണ് വരുമാനം അതിനനുസരിച്ച് ചിലവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പണ്ടത്തൊക്കെ അമ്മമാർ ആ കിട്ടുന്നതിൽ മിച്ചം വെച്ചിട്ടായിരുന്നു പല കാര്യങ്ങളും ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ പ്രായത്തില്ല, ഞങ്ങളുടെയൊക്കെ അമ്മമാർക്കൊക്കെ കൃത്യമായിട്ട് ഒരു സേവിങ്സ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ല് തന്നെ അവർക്കുണ്ട്. പലപ്പോഴും പല സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു അരിപാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും 10 രൂപ 20 രൂപയൊക്കെ മാറ്റി വെക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാനായിരുന്നില്ല. അത് സ്വരുക്കൂട്ടി വെച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുറി ചേരാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ രീതിയിലെങ്കിലും ഒരു സേവിങ്സ് തന്നെയായിരുന്നു അല്ലേ ചെയ്യാറ്. അല്ലെങ്കിൽ അത് സ്വരുക്കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ ഒരു സ്വർണ്ണം വാങ്ങിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ അമ്മമാർക്ക് ഭയങ്കര സ്കിൽഡായിരുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ ജനറേഷനൊക്കെ മാറിയപ്പോഴത്തേക്കും പലപ്പോഴും എപ്പോഴും ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി നഷ്ടപ്പെട്ടു വരാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കേണ്ട അത്യാവശ്യമാണ് ഇന്നത്തെ ഒരു ജനറേഷനോട് കൂടി പറയാനുള്ളതാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കളും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മൾ 10 രൂപ മാറ്റി വെക്കുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഒരു കോയിൻ ബോക്സിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ അത് സ്വരുക്കൂട്ടി വെക്കാൻ അവരും അത് കണ്ടുപഠിക്കുന്നുണ്ട്. അപ്പോൾ അവരും അത് ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിനൊരു പൈസ കൊടുത്ത് അപ്പോൾ അത് അവർ സേവ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുമ്പോൾ അവരും അത് പഠിച്ചെടുക്കാനും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ പണം ഉപയോഗിക്കുക എന്നത് പണം ഉപയോഗിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എപ്പോഴും പണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണം. അത് നമ്മൾ തന്നെ സൂക്ഷിച്ച് അതിന് വില കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. എപ്പോഴും ലേഡീസ് അതിന് വേണ്ടി മുന്നോട്ട് വരാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പർച്ചേസിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഒരു സേവ് ചെയ്യാനായിട്ട് ഒരു വർഷമൊക്കെ നമുക്കൊരു ദിവസം ഒരു 100 രൂപ സേവ് ചെയ്താലും നമുക്ക് ഒരു വർഷത്തേക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് ഒരുമിച്ച് കയ്യിൽ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും നല്ല രീതിയിലൊരു സേവിങ് മെൻറ്റാലിറ്റി ഉള്ളവരായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക.